നിലമ്പൂരിൽ പി.വി. അൻവർ UDF ചർച്ച വഴിമുട്ടി. സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാം എന്നാണ് UDF തീരുമാനം. ഇക്കാര്യം അൻവറിനെ അറിയിച്ചെന്ന് മുന്നണി കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. വി.ഡി. സതീശന്റെ നിലപാടിന് UDF യോഗം അംഗീകാരം നൽകി. ശ്രീ അൻവറിൽ നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശം തീർച്ചയായും അദ്ദേഹം അത് പിൻവലിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇനിയും തുടർന്നുള്ള നാളുകളിലും ഇപ്പോൾ UDFിൻ്റെ അസോസിയേറ്റഡ് മെമ്പറായി അദ്ദേഹത്തിനെ ഇതിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ശ്രീ അൻവറിനെ ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പൂർണ്ണ ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിലാണ് പി.വി. അൻവർ. നാളെ രാവിലെ 9 മണിക്ക് പി.വി. അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ ഒപ്പം ആർ ശ്രീജിത്തും വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഇത് പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഇന്നത്തെ UDF യോഗത്തിലെ ഈ തീരുമാനം എന്തായാലും അൻവറിന് സ്വീകാര്യമാവില്ല. അൻവർ മത്സരിക്കാൻ തന്നെയാകും അങ്ങനെയാണെങ്കിൽ തീരുമാനിക്കുക. അത് പ്രഖ്യാപിക്കാനായിരിക്കാം അൻവർ നാളെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. വി.ഡി. സതീശന്റെ നിർദ്ദേശങ്ങൾക്ക് അദ്ദേഹം ഈ വിഷയത്തിലെടുത്ത നിലപാടിന് UDF യോഗം അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും അൻവറിന്റെ അടുത്ത നീക്കങ്ങൾ? UDF എന്തായാലും ഈ വിഷയത്തിൽ അൻവർ ഏതറ്റം വരെ പോയാലും അതിനെ നേരിടാം എന്നൊരു നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്, കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ യോഗത്തിലും പ്രകടമാണ് അല്ലേ? യെസ് വിജയകുമാർ, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനം UDF നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനം പി.വി. അൻവറിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അസോസിയേറ്റ് അംഗമാക്കാം എന്നുള്ളതിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കുക, അസോസിയേറ്റ് അംഗമാക്കുക എന്നുള്ളത്. എന്നാൽ പൂർണ്ണ ഘടകകക്ഷിയാക്കണം എന്നുള്ള ആവശ്യം പി.വി. അൻവർ ഇതിനോടകം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം, ചില സാമുദായിക നേതാക്കൾ ഉൾപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാവിലെ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചത്. ഒപ്പം തന്നെ ഒരു പകൽ കൂടി കാത്തിരിക്കാൻ ഈ സാമുദായിക സാംസ്കാരിക രംഗത്തുള്ള നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 സമുദായത്തിലും പെട്ട നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് രാവിലെ തീരുമാനിച്ച വാർത്താ സമ്മേളനം മാറ്റിവെക്കുകയും ഒരു പകൽ കൂടി കാത്തിരുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം ഇതിലൊരു തീരുമാനം എന്നതിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് ഇന്ന് രാത്രി ആ ഒരു കൂടിയാലോചനകൾ കൂടി നടക്കും. നാളെ 9 മണിക്കുള്ളിൽ പി.വി. അൻവർ തന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം പറയുകയും ചെയ്യും. അവർ ഈ അസോസിയേറ്റ് അംഗം എന്നുള്ളതിനെ തന്നോടൊപ്പമാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊള്ളാൻ, അതായത് മത്സരവുമായി മുന്നോട്ട് പോകാനാണോ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ആശ്രയിച്ചിരിക്കും ഇനിയുള്ള പി.വി. അൻവറിന്റെ തീരുമാനം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി ഇത് മത്സരിക്കുമെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. എന്തായാലും പൂർണ്ണമായിട്ടും ഘടകകക്ഷിയാക്കണം എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ്, പി.വി. അൻവറിന്റെ സ്റ്റാൻഡ്. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. അവർ അത് കൃത്യമായി തന്നെ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് അത് പിൻവലിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഇതിലൊരു തീരുമാനമാകാതെ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ്. ഇന്ന് രാവിലെ തീരുമാനിച്ച ഒരു വാർത്താ സമ്മേളനം ഒരു പകൽ കൂടി കാത്തിരിക്കാൻ പറയുന്നു, വലിയ കൂടിയാലോചനകൾ പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് ഇതിന്റെ ഇടയിൽ വളരെ നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പി.വി. അൻവറിനെ ഒപ്പം കൂട്ടാം, അവസാനമായിട്ടുള്ള ഒരു സമവായ ചർച്ച കൂടി നടത്താം എന്നുള്ള തീരുമാനം ഇന്നത്തെ UDF യോഗത്തിലെടുത്തത് മുസ്ലിം ലീഗാണ്. അവർ അതിന് മുൻകൈ എടുക്കുകയും ചെയ്യുന്നു. മറ്റേ കോൺഗ്രസിന്റെ മുഴുവൻ ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് മാപ്പ് പറയട്ടെ, അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. ഇപ്പോൾ UDF തീരുമാനം കൺവീനർ വിശദീകരിച്ച ഘട്ടത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്ഥാനാർത്ഥി അംഗീകരിക്കണം. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥിക്കെതിരെ പി.വി. അൻവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണം. ഈ 2 നിബന്ധനകളാണ് വെച്ചത്. അക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് വ്യത്യസ്ത അഭിപ്രായമില്ലല്ലോ. അത് രണ്ടും അംഗീകരിച്ചാൽ മാത്രമല്ലേ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുള്ളൂ? അതോ ലീഗ് അതിനിടയിൽ മറ്റ് സമാന്തര ചർച്ചകൾ നടത്തും എന്നാണോ കരുതേണ്ടത്? അല്ല, UDF നേതാക്കൾക്ക് പുറമെ സാമുദായികമായിട്ടുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 3 സമുദായത്തിലും പെട്ട നേതാക്കൾ ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് പി.വി. അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരോട് കൂടി അഭിപ്രായം ചോദിച്ചതിന് ശേഷമായിരിക്കും ഈ അസോസിയേറ്റ് അംഗം എന്നുള്ളത് സ്വീകരിക്കണോ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ ഈ അസോസിയേറ്റ് അംഗം എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നാണ് ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മെയ് 2-ാം തീയതി തന്നെ ഇങ്ങനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് പറഞ്ഞതാണ്. പിന്നെയും ഈ തിരഞ്ഞെടുപ്പ് വരെ അത് വൈകിപ്പിച്ചു. തിരഞ്ഞെടുപ്പിന്റെ
സമയത്ത് അപമാനിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട തൃണമൂൽ കോൺഗ്രസിന്റെ അണികൾക്കും പ്രവർത്തകർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ അവസാന നിമിഷത്തിലാണ് ഇനി അസോസിയേറ്റ് അംഗമാക്കാം എന്ന് UDF പറഞ്ഞത്. അതൊരു അപമാനമായിട്ടൊക്കെ അവർ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഘടകകക്ഷിയാക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഇതിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത്. UDF അവരുടെ കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി ചെറിയ ഒരു ഈ പറഞ്ഞ സാമുദായിക നേതാക്കളോടൊക്കെയുള്ള സംസാരം, നാളെ രാവിലെ വാർത്താ സമ്മേളനം, അതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം, ഇതിന്റെ ഒരു ക്ലൈമാക്സ് നാളെ 10 മണിക്കുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. വിജയകുമാർ, എന്തായാലും ഇക്കാര്യത്തിൽ UDF അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ് തീരുമാനമെന്നത് PV അൻവറിനെ അറിയിക്കുകയും ചെയ്തു. ഇനി അൻവർ എന്ത് തീരുമാനിക്കുന്നു എന്നാണ് അറിയേണ്ടത്. നാളെയാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് നിലമ്പൂരിൽ നിന്ന് ചേർന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ PV അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബസിന്റെ ഫുട്ബോർഡിൽ നിന്ന് പോകാൻ പറ്റുക എന്നതാണ് ഈ അസോസിയേറ്റഡ് അംഗത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അത് കിട്ടിയാലും മതി എന്ന് അൻവർ പറഞ്ഞു. പക്ഷേ പിന്നീട് ഇനിയൊരു UDF അംഗത്വം, UDFിലെ ഒരു ഘടകകക്ഷിയാക്കുക മാത്രമേ തനിക്ക് സ്വീകാര്യമുള്ളൂ എന്ന് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം പറയുന്നു. അപ്പോൾ അതെന്തായാലും UDF ഈ ഘട്ടത്തിൽ അംഗീകരിച്ചിട്ടില്ല. എന്താണ് അൻവറിന് മുന്നിലുള്ള വഴി? മത്സരിക്കുക എന്നതിലേക്ക് എത്തും. അത് ആത്മഹത്യാപരമാണ് എന്നത് PV അൻവറിന് നന്നായിട്ടറിയാം. ഒരു മുഖം രക്ഷിക്കൽ സാധ്യത കാണുന്നുണ്ടോ അവസാന ഈ മണിക്കൂറുകളിൽ? വിജയകുമാർ, UDF യോഗത്തിലെ ഉണ്ടായ പൊതുവികാരം UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൈക്കൊണ്ട നിലപാടിനോട് ഒപ്പമാണ്. അതായത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുക, അദ്ദേഹത്തിനെതിരായ നേരത്തെ നടത്തിയ പ്രസ്താവനകൾ പിൻവലിക്കുക, അതിൽ മാപ്പ് പറയണമെന്ന് പോലുമില്ല, തിരുത്തണമെന്ന് പോലുമില്ല, മറിച്ച് ഈ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, പഴയ പ്രസ്താവനകൾ പിൻവലിക്കുക, ഈ 2 കാര്യങ്ങളിൽ മാത്രമാണ് UDF PV അൻവറോട് ആവശ്യപ്പെടുന്നത്. ആ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDFിന്റെ ചെയർമാനായ VD സതീശൻ കൈക്കൊണ്ട നിലപാടാണ്. ആ നിലപാടിനെ UDF യോഗം, മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ കക്ഷികളും പൂർണ്ണ അംഗീകാരം നൽകി ഒറ്റക്കെട്ടായുള്ള ആ തീരുമാനം ആണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അൻവറുമായി ഒരിക്കൽ കൂടി ചർച്ച നടത്താമെന്ന നിർദ്ദേശം ലീഗ് വെച്ചു. ലീഗിന്റെ ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. ലീഗ് തന്നെ അത്തരം ചർച്ചകൾക്ക് മുൻകൈയെടുക്കും. അസോസിയേറ്റഡ് അംഗമായി ലീഗ് ഈ PV അൻവറിന്റെ പാർട്ടിയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം അടൂർ പ്രകാശ് നേരിട്ട് അൻവറിനെ അറിയിക്കുകയും ചെയ്തു. അത്തരം നടപടികളെല്ലാം പൂർത്തിയായി. ഇനി അൻവറാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നാണ് UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ നിലമ്പൂരിൽ 2 മുന്നണികൾക്കും വ്യത്യസ്തമായി ഒറ്റയ്ക്കൊരു മത്സരം നടത്തിയാൽ അത് എത്ര കണ്ട് ശക്തി തെളിയിക്കുന്നതാകും എന്ന കാര്യത്തിൽ അൻവറിനും ബോധ്യമുണ്ടാകണം. എന്നാൽ ഇപ്പോൾ വൈകാരികമായിട്ടുള്ള ചില സമീപനങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ അൻവർ അത്തരമൊരു വൈകാരിക സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ എന്താണ് തനിക്ക് മുന്നിലുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്ന കാര്യത്തെക്കുറിച്ച് ബോധവാനാകും എന്നതൊരു പ്രതീക്ഷയാണ് UDF നേതാക്കളും മറ്റും പ്രകടിപ്പിക്കുന്നത്. ഇവിടെ PV അൻവർ തനിച്ച് മത്സരിച്ചാൽ അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയേക്കും. എന്നാൽ അദ്ദേഹം പ്രഖ്യാപിച്ച രാഷ്ട്രീയ ലക്ഷ്യം, അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പോലെ പിണറായിസം കേരളത്തിലുണ്ടെന്നും ആ പിണറായിസത്തിന് അന്ത്യം കുറിക്കാനുള്ള ആദ്യ നടപടിയായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറുമെന്നുമാണ് അൻവർ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ പിണറായിസത്തിന് അന്ത്യം കുറിക്കുക എന്ന തന്റെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാൻ ഉതകുന്ന ഒരു സമീപനമല്ല ഇപ്പോൾ PV അൻവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് ഇനിയുള്ള വഴിയെന്ന് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നേരത്തെ വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്ത പോലെ സാമുദായിക നേതാക്കളും UDFിലെ കക്ഷി നേതാക്കളും ഒക്കെ അൻവറുമായി സംസാരിക്കുന്നുണ്ട്. അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പ്രതികരണങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിച്ചത്. ആ പ്രകോപനത്തിന് അൻവറിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം വിട്ടുവീഴ്ച വേണ്ടത്. ആ സമീപനത്തിലേക്ക് അൻവർ വരുമോ എന്നാണ് അറിയാനുള്ളത്. അത് നാളെ അറിയാം. നാളെ രാവിലെ 9 മണിക്ക് PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ എന്തു പറയാൻ പോകുന്നു എന്നതായിരിക്കാം ഒരുപക്ഷെ ഈ വിഷയത്തിന്റെ ക്ലൈമാക്സ് തീരുമാനിക്കുന്നത്. അതിൽ UDFന് വഴങ്ങുമോ അതല്ല ഒറ്റയ്ക്ക് നിൽക്കാനുള്ള തീരുമാനം എടുക്കുമോ എന്നറിയില്ല. എന്തായാലും നാളെ ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഈ വിഷയം ചർച്ചയാവുകയാണ്. അതിൽ നാളെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിശദാംശങ്ങളാണ് വിപിൻ സി വിജയനും ശ്രീജിത്തും നൽകിയത്.